ഭക്തിയിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും രാജ്യഭരണത്തിലാണെങ്കിലും രാമനേക്കാൾ ഉദാത്തനായ ഒരാളായിരുന്നു രാവണൻ എന്നാണ്. പക്ഷെ അത് നമ്മൾ ലക്ഷ്മണന്റെ ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഊർമിള എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ത്യാഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഈ രാമായണം കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വായിക്കേണ്ടതാണ് എന്ന അന്ധവിശ്വാസം എനിക്കില്ല. ഇന്തോനേഷ്യൻ രാമായണം വാൽമീകി ആരാന്നവർക്ക് അറിയില്ല, പക്ഷെ ഇന്തോനേഷ്യയിൽ രാമായണമുണ്ട്, തായ്ലൻഡിൽ രാമായണമുണ്ട്, ഭൂട്ടാനിൽ രാമായണമുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ഭൂട്ടാൻ രാമായണം, നേപ്പാൾ രാമായണമുണ്ട്, ശ്രീലങ്കൻ രാമായണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാമായണം എന്ന് പറയുന്ന ആ സാധിക്കതിക്ക് ഇപ്പോൾ മധ്യപ്രദേശിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ രാമന്റെ പെങ്ങളാണ് സീത. അങ്ങനെ ഒരു രാമായണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം രാമൻ കോമൺ ആയ ഒരു മിത്തായി രൂപപ്പെട്ടിട്ടുണ്ട് രാമായണത്തിന്റെ ത്രെഡ്. ഇതുപോലെ തന്നെ മഹാഭാരതം ഇതിനേക്കാൾ സങ്കീർണമാണ്. മഹാഭാരതം സങ്കീർണമായൊരു സാധനമാണ്. എനിക്കും രാമായണത്തിനേക്കാളും ഇഷ്ടം മഹാഭാരതമാണ്. രാമനേക്കാൾ ഉദാത്തനായ ഭക്തിയിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും രാജ്യഭരണത്തിലാണെങ്കിലും രാമനേക്കാൾ ഉദാത്തനായ ഒരാളായിരുന്നു രാവണൻ എന്നാണ് എൻ്റെ കഥ. അപ്പോൾ പോട്ടെ, അത് ഞാൻ പറഞ്ഞേ. അപ്പോൾ രാവണനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വേറെ ഒന്ന് വരുന്നു, സീത വേറെ, ഊർമിള. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ഒരുപക്ഷെ ഏറ്റവും അൺസങ് ഹീറോ എന്ന രാമായണത്തിൽ പറയാവുന്ന ഒരാൾ ഊർമിളയാണ്. ഇപ്പോൾ രാമൻ വനത്തിലേക്ക് പോകുന്നു, ലക്ഷ്മണനെ കൂടെ വിടുന്നു, തുണയായി ലക്ഷ്മണനെ വിടുന്നു, സീത കൂടെ പോകുന്നു. അപ്പോൾ പറയുന്നുണ്ടല്ലോ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? മാമിതി ജനകാത്മജ എന്ന് പറയുന്ന ശ്ലോകം ഉണ്ട്. എന്ന് പറഞ്ഞാൽ പരിപൂർണമായും, അതായത് സീതയും സുമിത്രയുടെ ഉപദേശം പറയുന്ന ആ സംഗതിയിൽ രാമനും ലക്ഷ്മണനും തമ്മിൽ ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്, സീതയും ഊർമിളയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ലക്ഷ്മണന് വേണമെങ്കിൽ മനസ്സ് ചഞ്ചലമാകാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് നമ്മൾ ലക്ഷ്മണന്റെ ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഊർമിള എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ത്യാഗത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഊർമിളയുണ്ട്, മണ്ഡോദരിയുണ്ട്, താരയുണ്ട്. ഇപ്പൊ പാലിയുടെ ഭാര്യ താര. അപ്പോൾ പാലിയുടെ ഭാര്യ താരയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് രാമായണം വായിക്കാം, ഊർമിളയുടെ ഭാഗത്ത് നിന്ന് രാമായണം വായിക്കാം, സീതയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും വായിക്കും. ഇപ്പൊ സീതായനം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് സിനി പണിക്കരുടെ വലിയ നല്ല പുസ്തകം അത്, സീതായനം. മണ്ഡോദരിയുടെ ഭാഗത്ത് വായിക്കുന്നുണ്ട് സാർ. ഈ പറഞ്ഞതുപോലെ ഈ ഓരോരോ കഥാപാത്രങ്ങളെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരിക്കലും രാമായണം പറയാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. അല്ല, അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് രാമായണം നിങ്ങൾക്ക് വായിക്കാൻ തന്നെ. ഇപ്പൊ മണ്ഡോദരിയുടെ ഭാഗത്ത് നിങ്ങൾ രാമായണം വായിച്ചാൽ, മണ്ഡോദരി രാവണന് അത്ര ഇഷ്ടപ്പെട്ട ആളാണ്, എപ്പോഴും രാവണന് വേണ്ടപ്പെട്ട. പക്ഷെ എന്നിട്ടും ഒരു സ്ത്രീ അന്യ സ്ത്രീയെ, രാജാക്കന്മാർക്ക് സ്ത്രീകൾ ധാരാളം ആവാന്നൊക്കെ പറയുമെങ്കിലും ഒരാളുടെ രാവണൻ സീതയെ പ്രതികാരത്തിന്റെ പേരിലായാലും സൗന്ദര്യത്തിന്റെ പേരിലായാലും രാവണൻ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ മണ്ഡോദരിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡോദരി എങ്ങനെ കാണണം അതിനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് പലതരത്തിൽ താടകയുടെ ഭാഗത്ത്, ഇപ്പം വയലാറിന്റെ കവിത ഉണ്ട് താടക. ഇപ്പം രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ രാവണപുത്രിയും അത് പറഞ്ഞു, താടകയെ കുറിച്ചുള്ള രാവണപുത്രിയുണ്ട്, താടക എന്ന ദ്രാവിഡ രാജകുമാരി, രണ്ടും വയലാറിന്റെ കവിതകളാണ്, വളരെ പ്രസിദ്ധമായ കവിതകളാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രാമായണത്തെ ഏത് രൂപത്തിൽ വേണി കാണാം. പക്ഷെ ഇപ്പോഴൊരു പ്രശ്നം, ഈ രാമായണം കർക്കിടക മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വായിക്കേണ്ടതാണ് എന്ന അന്ധവിശ്വാസം എനിക്കില്ല. രാമായണം ഈ കേരളപ്പിറവിക്ക് മുല്ലപ്പൂവും സെറ്റും പോലൊരു അവസ്ഥയിൽ അത്രേ ഉള്ളൂ. മുല്ലപ്പൂവ് അത് മുണ്ടും ജുബ്ബ എനിക്ക് ഏറ്റവും വൃത്തിയിട്ട വേഷങ്ങളാണ്. കാരണം വെച്ചാൽ ഏത് കേരളീയ പാരമ്പര്യമാണ് സെറ്റ് മുണ്ടിനുള്ളത്? കേരളത്തിൽ ആരാണ് സെറ്റ് മുണ്ട് കൊടുത്തിരുന്നത്? എനിക്കറിയില്ല. എൻ്റെ അറിവനുസരിച്ച് വല്ല രാജ്ഞിമാരോ രാജകോവിലകത്തെ തമ്പുരാട്ടിമാർ വേണമെങ്കിൽ മുലക്കച്ചയോ ഒക്കെ കെട്ടിയിട്ടുണ്ടാവും, പഴയ കെട്ടിലമ്മമാർ. നമ്പൂതിരി സ്ത്രീകൾക്കില്ല, എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഒരിക്കലും അവർ അങ്ങനത്തെ ഒരു വേഷമല്ല, അവർക്ക് വേറൊരു ഘോഷയും. നായർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വേഷം. പിന്നെ താഴെ മറ്റു ജാതിക്കാർക്ക് അതില്ലല്ലോ. മറ്റു ജാതിക്കാരെ അങ്ങനെ മുണ്ടെടുക്കാൻ തന്നെ അനുഭവിച്ചിട്ടില്ല, മേൽമുണ്ടിടാൻ അനുഭവിച്ചിട്ടില്ല. മേൽമുണ്ടിടാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുണ്ടും നേരിയതും ആവുന്നത് ഒരു മലയാളിയുടെ സ്വസ്ഥവേഷമാവുന്നത്? അതുപോലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് കർക്കിടകത്തിലെ രാമായണം. ഒരു പക്ഷേ ചില ഗ്രഹങ്ങളിൽ കർക്കിടക മാസത്തിന്റെ പ്രത്യേകത വലിയ പണിക്കൊന്നും പോകാൻ പറ്റില്ല. പൊതുവെ ഭയങ്കര മഴയായിരിക്കും. പഞ്ഞ കർക്കിടകം എന്നാണ് നമ്മൾ പറയുക. പണ്ടത്തെ കേരളത്തിന്റെ കാലാവസ്ഥ, പണ്ടത്തെ കേരളത്തിൽ പഞ്ഞ കർക്കിടകമാണ്. അപ്പോൾ പണിക്കൊന്നും പോകാൻ പറ്റില്ല. പണിക്കൊന്നും പോകാത്തവർ വീട്ടിലിരുന്നാൽ പിന്നെ അവർക്ക് വായിക്കാൻ കിട്ടുന്ന ഏക പുസ്തകം രാമായണം. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
രാമായണ വായന തീർച്ചയായും ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ കൃത്യമായിട്ട് നടന്നിരുന്നൊരു കാര്യം തന്നെയാണത്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ച് ഇങ്ങനെ രാമായണം അച്ഛൻ പാരായണം ചെയ്യുന്നത് അത് കേട്ടിട്ടാണ് നമ്മൾ ഈ രാമായണത്തെക്കുറിച്ചൊക്കെ അറിയണത് തന്നെ. അപ്പം ഇതൊരു അനുഷ്ഠാനം പോലെ നടന്നിരുന്ന കാര്യമാണ്. പക്ഷെ സാറ് പറഞ്ഞ പോലെ കർക്കിടക മാസത്തിൽ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവിടെ ഞാൻ കർക്കിടക മാസത്തിൽ മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും രാമായണം വായിച്ചു. എൻ്റെ മുത്തശ്ശി ഭാഗവതം വായിക്കാതെ എനിക്ക് തോന്നുന്നു ഒരു ഓർമ്മ നശിക്കുന്നത്. ഓർമ്മ ഇല്ലെങ്കിൽ പോലെ ഞങ്ങളെ അറിയില്ല, ചിലപ്പോൾ നമ്മളോടൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ആ മുത്തശ്ശിക്ക് ഭാഗവതം തെറ്റില്ലേ, ഭാഗവതം ദിവസവും വായിക്കുമായിരുന്നു. ഭാഗവതം ഇങ്ങനെ മറിച്ച് വായിച്ചോണ്ടിരിക്കും. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അത് ഭാഗമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു ദിവസം വായിക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് വായിക്കേണ്ടതോ ആ ഈ രാമായണത്തെ കൊണ്ടുവരുന്നത് അവിടെയാണ്. ആചാരങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു സമൂഹമായി കേരളത്തെ മാറ്റുക. നിങ്ങൾ ആചാരങ്ങളിലേക്ക് മടങ്ങുകയാണ്. ആചാരങ്ങളിലേക്ക് മടങ്ങേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഏറ്റവും നല്ല ആചാരം അക്ഷയ തൃതീയ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് പരിപാടി, സ്വർണം മേടിക്കാൻ. അക്ഷയ തൃതീയ കേരളത്തിൽ എപ്പോഴാണ് സ്വർണ്ണ വ്യാപാരമായി ബന്ധപ്പെട്ട് വന്നത് നമ്മൾ ആലോചിക്കണം. എനിക്ക് ചെറുപ്പം മുതൽ അക്ഷയ തൃതീയ അറിയാം. അതിങ്ങനെയൊന്നുമല്ല. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ചെറിയൊരു വഴിപാട് കൊടുക്കുന്ന എന്തെങ്കിലും പഴം തിന്നാൻ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അക്ഷയ തൃതീയ. ഇപ്പം അതല്ല. അക്ഷയ തൃതീയ സ്വർണം വാങ്ങിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് രാമായണം, ഒരു മാർക്കറ്റ് ആചാരങ്ങൾ മാർക്കറ്റിന് വേണ്ടി രൂപപ്പെടുത്തുക. അത് മാർക്കറ്റ് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി രൂപപ്പെടുത്തുക. അത്തരത്തിലുള്ള ഒരു ഇടപാടിനോട് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. രാമായണം വായിക്കുന്നതിൽ തെറ്റില്ല, മഹാഭാരതം വായിക്കുന്നതിൽ തെറ്റില്ല, ബൈബിളും വായിക്കണം, ഖുറാനും വായിക്കണം, നിങ്ങളെല്ലാം വായിക്കാം, എല്ലാം വായിക്കാം, അതിനൊന്നും തെറ്റില്ല. അല്ല, ഒരു സാംസ്കാരികമായൊരു അഭ്യുന്നതി നൽകുന്ന ഗ്രന്ഥങ്ങൾ എന്ന രീതിയിൽ ഇതുപോലെ പുരാണങ്ങളെല്ലാം നമുക്ക് വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവിടെ സാറ് പറഞ്ഞ പോലെ രാമായണമെന്നോ ഭാഗവതമെന്നോ ഭാരതമെന്നോ ബൈബിളെന്നോ ഖുറാനോ എന്ന രീതിയിലൊരു വേർതിരിവ് അതിൽ കാണിക്കേണ്ടതില്ല. അത് വായിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സമയവും നിഷ്ഠയും കൽപ്പിക്കുന്നത് അതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒഴിവുള്ള സമയത്ത് വായിക്കാം. അത്ര തീർച്ചയായും. രാവിലെ ഒഴിവിട്ടാൽ രാവിലെ ബൈബിൾ വായിക്കുക, ഉച്ചയ്ക്ക് ഒഴിവിട്ടാൽ ഉച്ചയ്ക്ക് ഖുറാൻ വായിക്കുക, വൈകുന്നേരം ഒഴിവിട്ടാൽ വൈകുന്നേരം മഹാഭാരതം. ഇപ്പോൾ രാമായണം തന്നെ വായിക്കണമെന്ന് മഹാഭാരതം വായിച്ചാൽ പോലും. സാറ് പറഞ്ഞതുപോലെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, താടകയുടെ ഭാഗത്തു നിന്നും താരയുടെ ഭാഗത്തു നിന്നും ഊർമിളയുടെ ഭാഗത്തു നിന്നും അതുപോലെ സുമിത്രയുടെയും സീതയുടെയും എല്ലാം മണ്ഡോദരിയുടെ എല്ലാം ഭാഗത്തു നിന്ന് രാമായണത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. രാവണൻ്റെയും ലക്ഷ്മണൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് വായിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിലെ പല പല സമസ്യകൾക്ക് അല്ലെങ്കിൽ പല കടന്നുപോക്കുകൾക്ക് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഇവിടെയെല്ലാം പല സന്ദർഭങ്ങളും നമ്മൾ ഈ രാമായണത്തിൽ കണ്ടെത്താൻ സാധിക്കും. സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുപെടുന്ന പല മുഹൂർത്തങ്ങളും അതിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് രാമനെ കാണാം, താടകയെ കാണാം, നികുംബിലെ കാണാം, അങ്ങനെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ കാണാം. അവിടെയാണ് ഈ രാമായണ കർത്താവിൻ്റെ ഒരു സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദികാവ്യം എന്ന് പറയുമ്പോൾ രാമായണം ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന രാമായണം ആദികവി എഴുതിയത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാമായണത്തിൻ്റെ ഇപ്പോൾ ഇന്തോനേഷ്യ രാമായണം വാൽമീകി ആരാന്ന് അവർക്കറിയില്ല. പക്ഷെ ഇന്തോനേഷ്യയിൽ രാമായണമുണ്ട്, തായ്ലൻഡിൽ രാമായണമുണ്ട്, ഭൂട്ടാനിൽ രാമായണമുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ഭൂട്ടാൻ രാമായണം, നേപ്പാൾ രാമായണമുണ്ട്, ശ്രീലങ്കൻ രാമായണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാമായണം എന്ന് പറയുന്ന ആ സാധികതയ്ക്ക് ഇപ്പോൾ മധ്യപ്രദേശിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ രാമൻ്റെ പെങ്ങളാണ് സീത. അങ്ങനെ ഒരു രാമായണം ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറയാം, നമ്മളിപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. രാവണപുത്രിയായിട്ട് സീത. അപ്പോൾ രാമൻ്റെ പെങ്ങൾ സീതയും ലക്ഷ്മണനും ആയിട്ട് പോകുന്നതും അങ്ങനെ ചില ഇപ്പം രാവണൻ ഇല്ലാത്ത രാമായണമുണ്ട്. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞ് അതൊക്കെ ഓരോരുത്തരുടെ ഇപ്പോൾ സാറ ടീച്ചർ എഴുതിയിട്ടുള്ള ഊരുകാവൽ എന്ന് പറയുന്ന നോവൽ, അങ്കദനാണ് അതിലെ പ്രധാന കഥാപാത്രം, ബാലിയുടെ മകൻ. അപ്പം അച്ഛനെ കൊന്ന രാമൻ്റെ കൂടെ പിന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ഒരംഗതൻ, രാമൻ്റെ ദൂതനായിട്ട് പോകുന്നു അംഗതനാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവർ കുരങ്ങന്മാരാണെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഇവരെങ്ങനെയാണ്, ഇവരുടെ രീതി എന്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വായനകൾ നമ്മൾ വരുമ്പോഴാണ്. ഇപ്പം ഞാൻ പുരാണങ്ങൾ വായിക്കരുത് എന്ന് പറയുന്ന ആളല്ല, ഏതും വായിക്കാം, നിങ്ങൾക്ക് രാമായണവും വായിക്കാം. പക്ഷേ അത് എൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 3 വയസ്സിൽ കേട്ട രാമായണം അല്ല 30 വയസ്സാകുമ്പോൾ, അതല്ല 60 വയസ്സാകുമ്പോൾ എൻ്റെ രാമായണത്തോടുള്ള എൻ്റെ സമീപനം അത് വ്യത്യാസമുണ്ട്. അത് എൻ്റെ വ്യത്യാസമാണ്. രാമായണം അവിടെ ഉണ്ടാവും, ഞാൻ വ്യത്യാസമാണ്, ഞാൻ എങ്ങനെ വായിച്ചെടുക്കുന്നു എന്നുള്ളത്. അല്ല, ഓരോ തവണ വായിക്കപ്പെടുമ്പോഴും ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് ജീവിതങ്ങളും ജീവിത മുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളും അടങ്ങുന്നൊരു ഗ്രന്ഥം ഓരോ തവണ വായിക്കുമ്പോഴും പലപ്പോഴും
പല രീതിയിലാണ് അത് സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിലെല്ലാം സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു പരിവേഷം നൽകുന്ന ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ പരിവേഷം നൽകി പലപ്പോഴും പല കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സീരിയൽ രാമായണം. അപ്പോൾ അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞതൊക്കെയാണ്. പക്ഷേ വായനയിൽ തീർച്ചയായും ഇടം കൊടുക്കേണ്ടതും വായിക്കപ്പെടേണ്ടതുമായ ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നുള്ളതിന് യാതൊരു തർക്കമില്ലാത്തൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അല്ല, രാമായണം നിഷിദ്ധമായ പുസ്തകമൊന്നുമല്ല. രാമായണം വായിക്കാം, ഞാൻ പറഞ്ഞു, രാമായണം വായിക്കാം, ഭാരതം വായിക്കാം, രാമായണത്തിൻ്റെ ഈ വെർഷൻസ് മുഴുവൻ വായിക്കാം, രാമായണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിക്കാം, രാമായണത്തെക്കുറിച്ച് ആശ്രയിച്ച് വന്നിട്ടുള്ള നോവലുകളോ കഥകളോ കവിതകളോ ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കാരണം രാമൻ കോമൺ ആയ ഒരു മിത്തായി രൂപപ്പെട്ടിട്ടുണ്ട് രാമായണത്തിന്റെ ത്രെഡ്. ഇതുപോലെ തന്നെയാണ് മഹാഭാരതം. ഇതിനേക്കാൾ സങ്കീർണമാണ്. മഹാഭാരതം സങ്കീർണമായൊരു സാധനമാണ്. എനിക്കും രാമായണത്തിനേക്കാളും ഇഷ്ടം മഹാഭാരതമാണ്. കാരണം കൂടുതൽ മനുഷ്യരോട് അടുത്ത് നിൽക്കുന്നത് മഹാഭാരതമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കൂടുതൽ മനുഷ്യരോട്. കാരണം ഒരു ആദർശ പുരുഷൻ എന്ന അർത്ഥത്തിൽ ഒരാളെ നിർത്തിക്കൊണ്ട് കോനസ്മിൻ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങണേ. ഏതാണ് ലോകത്തിലെ ഏറ്റവും ആദർശവാനായ മനുഷ്യൻ, ഗുണവാൻ, ധീരവാൻ, ധൈര്യവാൻ ഒക്കെ ആയിട്ടുള്ള ആള് എന്നുള്ള ആൾക്കാണ് രാമനെ കൊണ്ടുവരുന്നത്. പക്ഷേ അതും വാൽമീകിയുടെ തന്നെ രാമായണം നമ്മൾ അവസാനിച്ച് വരുമ്പോൾ വാൽമീകി തന്റെ കഥാപാത്രമായി വരുന്ന ഉത്തരരാമായണത്തിൽ രാമൻ അത്ര ഗുണവാനും ധീരവാനും അല്ലല്ലോ. കാരണം സീതയെ ഉപേക്ഷിച്ച സീതയെ പോറ്റുന്നത് വാൽമീകിയാണല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതൊക്കെ മനുഷ്യന്റെ സന്ദർഭങ്ങളാണ്. രാമൻ ഐഡിയൽ മനുഷ്യനാണ് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഹാംലെറ്റ് പറഞ്ഞ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് എത്ര പ്രാവശ്യം രാമന് ചിന്തിക്കേണ്ടി വരുന്നു. അത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി. ഞാൻ ടു ബി ആണ് തീരുമാനിക്കണമെങ്കിൽ ചിലപ്പോൾ നോട്ട് ടു ബി ആയിരിക്കും ചിലപ്പോൾ ശരി അന്നത്തെ. അത് പറയാൻ പറ്റില്ല. എന്തായാലും വായനയ്ക്ക് കർക്കിടക മാസമെന്നോ രാമായണം വായിക്കാൻ കർക്കിടക മാസമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസമെന്നോ ഒരു കൽപ്പനകളില്ലാതെ എപ്പോഴും വായിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥം, എപ്പോഴും വായിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളിൽ ഒന്ന് രാമായണം. അതുപോലെ മറ്റു പലതും കൂടെ വായിക്കണം. ഒരു മനുഷ്യനെ സംസ്കൃത ചിത്തനാക്കുന്നതിൽ തീർച്ചയായും വായനയ്ക്ക് പ്രസക്തിയുണ്ട്. അവിടെ രാമായണത്തിനും പ്രസക്തിയുണ്ട്. സാർ നമസ്കാരം.